ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം 2020 മത്സരത്തിൽ ഇന്ത്യക്ക് പരാജയം നേരിട്ടിരിക്കുകയാണ്. ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യ ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കി. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു പരാജയം, ദയനീയ പരാജയം എന്ന് ഏറെക്കുറെ നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരി പാളിച്ചകൾ സംഭവിച്ച മത്സരമാണ്. ബോളിങ്ങിലടക്കം ബാറ്റിങ്ങിലടക്കം എല്ലാം ഒരു വിധം തകർച്ച, ഒരു തിരിച്ചടി നേരിട്ട മത്സരമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ബാറ്റിംഗ് ഓർഡറിലുണ്ടായ പരാജയം എടുത്തു പറയേണ്ട കാര്യമാണ്. ബോളിങ്ങിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തന്നെ ബാറ്റിങ്ങിൽ കുറച്ച് നമുക്ക് നേടൽ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ദക്ഷിണാഫ്രിക്കയെ പോലെ ഒരു മികച്ചൊരു ബാറ്റിംഗ് റെക്കോർഡുള്ള അല്ലെങ്കിൽ ലൈനപ്പുള്ളൊരു ടീമിനെതിരെ ഇന്ത്യക്ക് സംഭവിച്ചത് എന്താണ് രണ്ടാമത്തെ 2020 മത്സരത്തിൽ? നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ആദ്യ മത്സരത്തിൽ 101 റൺസിൻ്റെ ഗംഭീര ജയം നമുക്ക് നേടാൻ വേണ്ടി പറ്റിയിരുന്നു. രണ്ടാം മത്സരത്തിൽ 51 റൺസിന് പരാജയപ്പെട്ടു. അതിൽ ആദ്യ മത്സരത്തിൽ നമ്മുടെ ബാറ്റിംഗ് നിരയിൽ ഇത് സമാനമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതിൽ ഹാർദിക് പാണ്ഡ്യ ഒന്ന് പിന്തിളങ്ങിയത് മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ ടോപ്പ് ഓർഡർ പരാജയം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റനും ഉപനായകനും ഗില്ലും സൂര്യകുമാർ യാദവും രണ്ടുപേരും തുടർച്ചയായ പരാജയമാണ്. ഇനി ഗില്ലിൻ്റെയും സൂര്യകുമാറിൻ്റെയും സ്ഥിരതയെക്കുറിച്ച് ആർക്കൊന്നും ചോദ്യം ചെയ്യാനുണ്ടാവില്ല. രണ്ടുപേരും നല്ല സ്ഥിരതയിൽ ബാറ്റ് വീശുന്നുണ്ട്, അധികം പന്ത് കളയുന്നില്ല, പവർ പ്ലേയിൽ വന്നിട്ടങ്ങ് ബാറ്റ് വീശിയിട്ടങ്ങ് പോവുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഗില്ലിനെ തന്നെയാണ്. ആദ്യ മത്സരത്തിൽ 4 പന്ത് നേരിട്ടെങ്കിൽ ഇത് ഒരു പന്ത് തന്നെ കളി നിർത്തി പോകുന്നുണ്ട്. ഇവർ ദക്ഷിണാഫ്രിക്കയോടുള്ള ഗില്ലിനെ ഒരു അവസാനത്തെ 4 മത്സരം നോക്കിയാൽ, അല്ലെങ്കിൽ സൂര്യകുമാറിനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. രണ്ടുപേരും ഇപ്പം ടീമിൽ നായകനായതുകൊണ്ടും ഉപനായകനായതുകൊണ്ടും കടിച്ചു വന്നതാണ്. ഇപ്പം സൂര്യകുമാർ യാദവിന് ഇപ്പം പുറത്തു വന്ന് പേടിക്കേണ്ട, കാരണം ഗില്ലിനെ അവർക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഗില്ലിനെ പുറത്താക്കാൻ വേണ്ടി പോയില്ല. അപ്പം ഗില്ല് ഇത്രയും മോശം കളിക്കുമ്പോൾ സൂര്യകുമാർ യാദവിന് എന്തായാലും പുറത്തെടുത്തില്ലല്ലോ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. ഗില്ല് ഇപ്പം തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. തീർച്ചയായും സൂര്യകുമാർ യാദവ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് ഇപ്പം ഈ കഴിഞ്ഞ 2025 17 മത്സരങ്ങളിൽ നിന്ന് 201 റൺസാണ് അദ്ദേഹം നേടിയത്. ഒറ്റ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല സൂര്യകുമാർ യാദവിന്. ഗില്ലിൻ്റെ കേസ് നമ്മൾ നോക്കിയാൽ ഗില്ല് കഴിഞ്ഞ 18 മത്സരമായിട്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടില്ല. ഏറ്റവും അവസാനം ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് സിംബാബ്വേയോടാണ്, 35 പന്തിലാണ്. നേരെ മറിച്ച് ഗില്ലിൻ്റെ സ്ഥാനത്ത് കളിച്ചിരുന്ന സഞ്ജു സാംസൺ ഈ ദക്ഷിണാഫ്രിക്കയുടെ അവസാന പരമ്പരയിൽ 2 സെഞ്ചുറിയാണ്. ഒരു സെഞ്ചുറി നേടുന്നു, 2 ഡബിൾ, അടുത്ത മത്സരത്തിൽ വീണ്ടും സെഞ്ചുറി. അത് 55 പന്തുകൾ 50 പന്തുകളിലാണ് സെഞ്ചുറി വരുന്നത്. അങ്ങനെ മികച്ച റെക്കോർഡുള്ള താരത്തെ മാറ്റിയിട്ടാണ് ഒരു ഉപനായകനെ രാജകുമാറിനെ കൊണ്ട് T20 ഓപ്പണിംഗ് ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അത് തന്നെ. അത് എന്തിനാണ് കൊണ്ടുവന്നത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സൂര്യകുമാർ യാദവ് പറഞ്ഞത്, ശ്രീലങ്കക്കെതിരെ അന്ന് കളിച്ചപ്പോൾ ഗില്ലായിരുന്നു ഓപ്പണിങ്ങിൽ, അപ്പം ഗില്ല് തിരിച്ചതും ആ സ്പോട്ട് അദ്ദേഹത്തിന് അർഹപ്പെട്ടാണെന്ന്. ഇതെന്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ മക്കത്തായ മരുമക്കത്തായ എന്നൊക്കെ കേട്ടിട്ടുള്ളത്, ഇത് എന്തിൻ്റെയിലാണെന്ന് നമുക്കറിയില്ല. അപ്പം സഞ്ജുവിന് അവസരം നൽകിയെന്ന് പറഞ്ഞു, സഞ്ജുവിന് അവസരം നൽകിയിരുന്നു, സഞ്ജു തെളിയിച്ചിരുന്നു. പക്ഷേ ഗില്ല് വരുമ്പോഴേക്കും പുറത്തേക്ക് വേണ്ടിയിരുന്നു. ഈ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പം അഭിഷേകിന് 1ാം നമ്പർ തറാണ് T20. അഭിഷേകിന് അനാവശ്യ സമ്മർദ്ദത്തിലേക്ക് ഒരു തള്ളിവിടുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കൂടുതലൊന്നും പറയണ്ട. 200-ന് മുകളിൽ റൺ വേണ്ട ഒരു മത്സരത്തിൽ ആദ്യ ഓവർ ഒരു വിക്കറ്റ് വീണപ്പം ഇന്ത്യൻ ടീം വണ്ടോടെ ഇറക്കുന്ന അക്സർ പട്ടേലിനെയാണ്. അതിലുണ്ട് ഈ മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ കോച്ചിന്റെയും ക്യാപ്റ്റന്റെയും ഒരു നയം. ഈ ടീം ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ അവസ്ഥയിൽ. അല്ലാതെ ഈ ടീമിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. ഇതാണ് ഇന്ത്യൻ ടീമിന്റെ നിലവിലെ അവസ്ഥ. അക്സർ പട്ടേലിനെ ഇറക്കിയപ്പം സൂര്യകുമാർ യാദവ് അതിന് ശേഷം നടത്തിയൊരു പ്രതികരണമുണ്ട്. ടെസ്റ്റിലൊക്കെ ദീർഘമായ ഇന്നിങ്സ് കളിക്കാൻ താരമാണ് അക്സർ പട്ടേൽ. അക്സർ പട്ടേലിൽ നിന്ന് മികച്ചൊരു ദീർഘമായ ഇന്നിങ്സ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 2020 ഇത്തരം ഒരു സാഹചര്യത്തിൽ മൂന്നാമനായിട്ട് അക്സർ പട്ടേൽ പറഞ്ഞത് ശരിയാണ്. സൂര്യകുമാർ യാദവ് ആകെ 4 പന്ത് നേരിടുന്നുള്ളൂ, ഗില്ലാണെങ്കിൽ 1-2 പന്ത് നേരിടുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ 21 പന്ത് നേരിട്ട അക്സർ പട്ടേലിന് ദീർഘമായ ഇന്നിങ്സ് ആണ്. 21 പന്തിൽ 21 റൺസ് എടുക്കുന്നത്. പക്ഷേ റെക്കോർഡ് റൺ റേറ്റ് അവിടെ വളരെ ഇതാക്കിയിട്ടാണ് പോകുന്നത്. ആ സമ്മർദ്ദം കൂടിയിട്ടാണ് അക്സർ പട്ടേൽ പോകുന്നത്. അവസാന നിമിഷം കഴിഞ്ഞ മത്സരത്തിൽ ആങ്കർ റോളിൽ കളിക്കാനാണെങ്കിൽ ആ സമയത്ത് ഇറക്കാൻ വേണ്ടി പറ്റും, തെറ്റില്ല. കഴിഞ്ഞ വർഷം നേരത്തെ ഇറക്കിയാൽ ഹാർദിക് പാണ്ഡ്യക്കൊപ്പം കളിക്കാൻ വേണ്ടി ആങ്കർ റോളിൽ താരം വേണം. ആ സമയത്തായിരുന്നു ബാറ്റ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ചെറിയ ഫസ്റ്റ് ഇന്നിങ്സ് ആയാലും അല്ലെങ്കിൽ തന്നെ റെക്കോർഡ് റൺ റേറ്റ് 3 ഇല്ലെങ്കിലും അക്സറിനെ കൊണ്ട് ടീമിന് ഒരു വിക്കറ്റ് വീഴാണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 200-ന് മുകളിൽ റണ്ണ് വേണ്ട ഒരു മത്സരത്തിൽ 5-ാം പന്തിൽ ഒരു വിക്കറ്റ് ഇടാം. ആദ്യ ഓവറിൽ ഇറക്കുകയാണ് അക്സറിനെ. അവിടുന്ന് 21 പന്തിൽ 20 റൺസായിട്ട് ആ താരം പോകുമ്പോഴേക്ക് റൺ റേറ്റ് പോകുന്ന പോക്കുണ്ടല്ലോ. പിന്നെ വരുന്നവർക്ക് ഇന്നലെ നമുക്ക് തിലക് വർമ്മ ഒറ്റയാൾ പോരാട്ടം നടത്തി. തിലകിനെ നമ്മൾ ഇതിൽ പറയുമ്പോൾ പ്രത്യേകം പ്രശംസ അറിയിക്കുന്ന ഒരു താരമാണ് തിലക്. ജിതേഷുമായിട്ട് നിൽക്കുമ്പോഴായാലും ഹർദിക് വന്നപ്പോഴായാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യം വന്ന് നടക്കുന്ന ഈ താരങ്ങൾ മുട്ടിയിട്ടും തട്ടിയിട്ടും വിക്കറ്റ് കളഞ്ഞ് റൺസും റെക്കോർഡ് റൺ റേറ്റും കൂട്ടി പോകുമ്പോഴേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ടീം പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഗില്ല് തന്നെയാണ്. കാരണം വലിയൊരു സ്കോർ 200-ന് മുകളിൽ ഒരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് നല്ലൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ക്യാച്ച് ആ ഷോട്ടിനാണ് മനസ്സിലാവും നമുക്ക് എന്താണ് ഗില്ലിനെ കൊണ്ട് T20 പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ സൂര്യകുമാർ യാദവിന്റെ കേസും അത് തന്നെ. ഇവർ ഗില്ലിന്റെ ഇപ്പം പറഞ്ഞാൽ നമുക്ക് ഇപ്പം NDD വലിയ രണ്ട് മത്സരത്തിൽ ആകെ കൂടി 4 പന്താണ് അദ്ദേഹം നേരിട്ടത്. കഴിഞ്ഞ മത്സരത്തിലെ 3 പന്താണ് നേരിട്ടത്. 3 പന്ത് നേരിട്ടു, 4 റൺസ് എടുത്തു,
പിന്നെ പെട്ടെന്ന് പുറത്ത് ഇൻഡിവിജ്വലിൽ വരുന്ന സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇതാണ് വരുന്നത്. ഇതിന് മുന്നേ വരുമ്പം ഇപ്പം സിംബാബ്വെ മർദ്ദകെന്നും ബാബറിനെ പറയുന്ന പോലെ ഈ ഗില്ലിൻ്റെ T20 ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരം എന്ന് വെച്ചാൽ സിംബാബ്വെയോട് അല്ലാണ്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നിട്ടും ഉപനായകനാക്കിയിട്ട് ലോകകപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പീക്ക് ടൈം നമ്മൾ കണ്ടിരുന്നു. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെ ഒക്കെ കീഴിൽ, അല്ലെങ്കിൽ ധോണി കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു പീക്ക് ലെവലിൽ ഇന്ത്യ ഏത് ഫോർമാറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊരു മറ്റു ടീമുകൾ ഭയക്കുന്ന, ഏത് പിച്ചിലായാലും ഭയക്കുന്ന ഒരു തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇത്ര പെട്ടെന്നൊരു തകർച്ച ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വിരാട് കോഹ്ലിയും രോഹിത്തും പോകുമ്പോൾ നമുക്കറിയാം ചെറിയൊരു മങ്ങൽ ഉണ്ടാവുന്നറിയാം. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തകരുന്നതും സ്വന്തം മണ്ണിൽ ഇങ്ങനെ തകർന്നിട്ടുന്ന ഒരു ടീമായിട്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ അട്ടപ്പടലം തീർന്നേ. പക്ഷെ നമുക്ക് അന്ന് ബോളിംഗ് നല്ല രീതിയിൽ ബോളിംഗ് നമുക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. ബോളർമാരെല്ലാം മികച്ച പ്രകടനം, ബോളർമാരെല്ലാം വിക്കറ്റ് എടുത്ത് നല്ല പ്രകടനമായിരുന്നു. പക്ഷെ ഇന്നലെ വരുമ്പോഴേക്ക് തുടക്കത്തിലേ അത് പാളി. ഇന്ത്യൻ ബോളർമാർക്ക് ഒരു ഘട്ടത്തിലും ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരുടെ മുകളിൽ ഒരു ആധിപത്യം നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കെനിൽ ഡിക്കോക്കിൻ്റെ പ്രകടനം തന്നെയാണ്. അദ്ദേഹം ഒരു റൺഔട്ട് ചാൻസ് എന്നാണ് പിന്നെ തുടങ്ങിയത്, ലൈഫ് കിട്ടി തുടങ്ങിയാണ്. പിന്നെ അദ്ദേഹത്തിന് കത്തി കയറാൻ വേണ്ടി പറ്റി. അവസാനം ജിതേഷിന് ഒരു മികച്ച ഫീൽഡിങ്ങിലൂടെയാണ് പുറത്താക്കിയത്. പക്ഷേ ജിതേഷിന് നമ്മൾ എടുത്തു പറയണം. നമ്മൾ സഞ്ജുവിനെ പറയുമ്പോൾ പലപ്പോഴും വളരെ കരുതുന്നത് ജിതേഷ് വന്നുകൊണ്ട് സഞ്ജുവിന് അവസരം നഷ്ടമായതാണ്. ജിതേഷ് തനിക്ക് കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. ഇന്നലെ 17 പന്തിലാണ് പിന്നെ എനിക്കൊന്ന് 150 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഇന്നിങ്സ് വന്നിട്ടില്ല. കാരണം വലിയ റൺമല ഉണ്ടായിരുന്ന സമയത്ത് അതെ, ജിതേഷിന്റെ ഷോട്ടുകൾ 6 ഒക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ പ്രതീക്ഷ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ടീമിന്. എങ്കിൽ കൂടി അത് പറയാൻ പറ്റില്ല. പക്ഷേ വിക്കറ്റിന് പിന്നിൽ ജിതേഷ് കിടിലനായി കളിക്കുന്നുണ്ട്. യാതൊരു ഇതുമില്ലാതെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ആ സ്പോട്ടിലേക്ക് മധ്യ ബാറ്റ്സ്മാനായിട്ടും അല്ലെങ്കിൽ വിക്കറ്റിന് പിന്നിലായിട്ടും സഞ്ജുവിനേക്കാൾ പിന്നെ ജിതേഷിനെ പരിഗണിക്കുന്ന തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് റോഡിലേക്ക് കൊണ്ടുവച്ച താരത്തെ, അയാളെ T20 ടീമിന് സ്ക്വാഡിൽ പോയിട്ട് ക്യാമ്പിൽ വരെ അടുപ്പിക്കാൻ പറ്റിയ താരാന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നില്ല. അതായത് നമ്മളിപ്പോഴേ ഗില്ലിനെ മറ്റു കാര്യം പറയുമ്പോൾ തന്നെ സഞ്ജുവിനെ കളിപ്പിക്കുന്നതിൽ ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ വേറെ പരിഗണിക്കാവുന്ന വേറെ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ജയ്സ്വാളിനെ പരിഗണിക്കാം. ഇതിലിപ്പോൾ പറയാൻ പോയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ 2 മത്സരം കഴിഞ്ഞു. ഇതിന് മുന്നേ നടന്ന സീരീസിൽ പിന്നെ അവസാനത്തെ 2 മത്സരങ്ങളിൽ ഗില്ലിന്റെ റെക്കോർഡ് 0-8 ആയിരുന്നു. അതിനുശേഷം ആദ്യ മത്സരത്തിൽ 4, ഈ മത്സരത്തിൽ 0-8, 4-0. ഇതാണ് ഗില്ലിന്റെ സ്റ്റാറ്റസ്. അവിടെയാണ് സഞ്ജുവിന് 100 മുകളിൽ 2 സെഞ്ചുറികളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഗില്ലിന്റെ അവസ്ഥ, ഗില്ല് പരിക്ക് പറ്റി പുറത്തായിരുന്നു. ഗില്ലിന്റെ പരിക്ക് മാറാൻ വേണ്ടി ടീം പ്രഖ്യാപനം നീട്ടിവെച്ചു. പരിക്ക് മാറി എന്നുള്ള ഇത് വന്നപ്പം ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാണ് ടീമിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഫിറ്റ്നസിന് സംശയമുണ്ട്. ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം ടീമിൽ ഉൾപ്പെടുത്തുന്നുള്ള ഒരു സ്റ്റാർ ഇട്ടൊരു ടീമിനെ പ്രഖ്യാപിച്ചു. ഫിറ്റ്നസ് കിട്ടിയപ്പോൾ നേരെ കൊണ്ടു കളിച്ചു. ഒരു പരിശീലന മത്സരം ഒന്നും ഉണ്ടായില്ല. നേരെ ദക്ഷിണാഫ്രിക്ക കളിപ്പിച്ചു. താരം തീർന്നു. നേരെ ഒരു സഞ്ജുവിൻ്റെ എന്താണ്, സഞ്ജു ഓസ്ട്രേലിയയിൽ ഒരു മത്സരത്തിൽ ഭംഗിയപ്പോഴാണ്, മോശം പ്രകടനമായപ്പോഴാണ് താരത്തെ മാറ്റിയിട്ട് ജിതേഷിനെ കളിപ്പിക്കുന്നത്. ജിതേഷ് അവസരം വിനിയോഗിച്ചു തന്നെ പറയാം, ജിതേഷ് അല്ലെങ്കിൽ അവസരം ലഭിച്ചു തന്നെ പറയാം. പക്ഷെ സഞ്ജു തിരിച്ചു വന്നിട്ട് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മിന്നുന്ന പ്രകടനമായിരുന്നു. ഓപ്പൺ റോളിൽ താരം തകർത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ പല മത്സരങ്ങളിലും ഒറ്റയാൾ പോരാട്ടം നടത്തി 60 സെഞ്ചുറി നേടി 40 സ്കോറുകൾ വന്നു. താരം മുന്നേറിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഫോം തെളിയിച്ച താരത്തെ ബെഞ്ചിലിരുത്തിയിട്ട് പരിക്ക് മാറിയിട്ട് നേരിട്ട് വന്ന് ഒരു പരിശീലന മത്സരം പോലും കളിക്കാതെ ഗില്ല് വന്ന് കളിക്കുന്നു. ഗില്ല് തീരുന്നു. 2 മത്സരത്തിൽ തീർന്നു. ആദ്യ മത്സരത്തിൽ തീർന്നു, 2ാം മത്സരത്തിൽ തീർന്നു. നോക്കിക്കോ, 3ാം മത്സരത്തിലും ഗില്ലിനെയും കളിക്കുക. സഞ്ജു പുറത്തിരിക്കേണ്ടി വരും. സഞ്ജു കാഴ്ചക്കാരനാണ്. സൂര്യകുമാർ ഈ ടീമിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഗില്ല് തന്നെ ലോകകപ്പ് വരാൻ പോകണല്ലോ. അപ്പൊ എന്നാ കാണിച്ചാലും അല്ല, ശരിയാണ്. അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ട് ഒരു ടീമിനെ കൊണ്ടുപോയി? അത് ഇങ്ങനെ മതിയെന്ന് ഇവര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എതിരഭിപ്രായം പറയുന്ന ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗില്ല് മതി. ഈ ഗില്ല് ഇങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ മറുഭാഗത്ത് അഭിഷേകിന് ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. അതാണ് ഇന്നലത്തെ കളിയിൽ സംഭവിച്ചതാണ്. ഇത്ര 200-ന് മുകളിലൊരു വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് നല്ലൊരു ഇന്നിങ്സ് എല്ലാ ടീമും പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് അഭിഷേകിൽ നമ്മൾ വലിയൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കും. ഗില്ലിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗില്ലിന് തുടർച്ചയായി പെട്ടെന്ന് പരാജയപ്പെടുമ്പോൾ വലിയൊരു ഭാരം എടുത്ത് ചുമതല സൂര്യ പറയുന്നുണ്ട്. 200-ന് മുകളിൽ സ്കോർ ചെയ്യുമ്പോൾ വലിയൊരു പ്രകടനം വേണമായിരുന്നു ഓപ്പണിംഗിൽ. അപ്പോഴും പുള്ളി പറയുന്നൊരു ന്യായീകരണം പറയുന്നുണ്ട്. നമ്മളെല്ലാ മത്സരത്തിലും അഭിഷേകിനെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവനെ ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുന്നുണ്ട്. ഗില്ലിനെ പറയുന്നുണ്ട്. അല്ല, അത് അങ്ങനെ പറയുള്ളൂ. അയാൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പം എന്താണെന്ന് അറിയില്ല പക്ഷെ ഗില്ലിന് ഒരു കാര്യമുണ്ട്. സൂര്യകുമാർ യാദവിന് ഗില്ലിനധികം കുറ്റം പറയാൻ പറ്റില്ല. ഗില്ലിനെ പുറത്തിരുത്തി അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ എല്ലാവരും കൂടെ സൂര്യകുമാർ യാദവ് ചോദിക്കുക. ഇപ്പം യാദവ് രക്ഷപ്പെടുന്നത് ഗില്ലിന്റെ പ്രകടനം കൊണ്ട് മാത്രമാണല്ലോ. ഇല്ലെങ്കിൽ ചോദിക്കില്ല താരെന്താ കളിക്കുന്ന ചോദിക്കുമല്ലോ. യാദവിന്റെ കേസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 17 മത്സരത്തിനാണ് 200 റൺസ് T20 വന്നത്, ഈ വർഷം വന്നത്. ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടും ഉപനായകനായതുകൊണ്ടും വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ടും മാത്രം ടീമിൽ കടിച്ചു നിർത്തുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് 83-ൽ ലോകകപ്പ് നേടിയ പിന്നെ കപിൽ ദേവിന്റെ ടീമിൽ ലോകകപ്പ് ഇടുന്നു. അടുത്ത വർഷം അദ്ദേഹത്തിന് പിന്നെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഷൂട്ടിന്റെ പേരിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്.
ആ നായകനായിരുന്ന ഒരു താരം ലോകകപ്പിന് എത്തുന്ന താരത്തിനെ ഒരു ടെസ്റ്റ് മോശം ഷോട്ടിന്റെ പേരിൽ പുറത്തു നിർത്തിയൊരു ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റിനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെന്റിനുണ്ട്. ആ ടീമാണ് ഇവിടെ ഇപ്പോൾ നായകൻ, ലോകകപ്പിന് ശേഷമുള്ള അടുത്ത നായകൻ, ഉപനായകനും ഭാവിയിലെ നായകനും കൂടെ വളർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടീമിലിട്ടിട്ട് മറ്റു താരങ്ങളുടെ കരിയർ ഇല്ലാണ്ടാക്കുന്നത്. ഇനിയിപ്പം അടുത്ത IPL കൂടി നമുക്കറിയാം പിന്നെ നമ്മുടെ വൈഭവ് ഒക്കെ കയറി വരാൻ വേണ്ടി പോകണം. പക്ഷേ വൈഭവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജയ്സോളൊക്കെ കാണുന്ന അവസ്ഥയായിരിക്കും. ഇവിടെ ഗില്ലിന്റെ താഴെ ഒന്നെങ്കിൽ നോക്കി നിൽക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നും നടക്കാൻ വേണ്ടി വഴിമുടക്കുകയും മാറുകയാണ്. പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് കുറച്ചിട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ധോണി ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, അതിനുശേഷം കോഹ്ലി ക്യാപ്റ്റൻ ആവുന്നു, രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആവുന്നു. അപ്പോഴൊക്കെ ടീമിന്റെ ഒരു മേധാവിത്വം, ടീമിന്റെ കൺട്രോൾ എപ്പോഴും കൂടുതൽ ക്യാപ്റ്റന്റെ ടീമിന്റെ ക്യാപ്റ്റന്റെ കയ്യിലായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഗംഭീറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇവര് മറ്റേ കുറച്ച് കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് ഇവര് പറയുന്ന ഈ പരിശീലനം പറയുന്ന കേട്ട് ചാടി കളിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഗാർക്കറിനും ഗംഭീറിനും മാനേജ്മെന്റിനും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കളിക്കുക എന്നുള്ള രീതിയാണ്. ഇതേ സ്ഥാനത്ത് മുൻപത്തെ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നെങ്കിലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നെങ്കിലും ക്യാപ്റ്റൻ റോൾ ഉണ്ടായിരുന്നു, ഈ താരത്തിൽ മാറ്റി നിർത്തി തന്നെ. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇത് സംഭവിക്കാത്തതിന് കാരണം ഗംഭീറിന്റെ അടക്കമുള്ളവരുടെ നായകന് പരിഗണന കൊടുക്കാൻ നമുക്ക് ഒരു വിധത്തിൽ മനസ്സിലാക്കാം. നായകൻ എന്ന നിലയിൽ ഗില്ല് പരാജയമാണോ വെച്ചാൽ പിന്നെ അല്ല സൂര്യകുമാർ യാദവ് പരാജയമാണോ വെച്ചാൽ ഒരു പരിധി അല്ലാന്ന് പറയുന്നത്. കാരണം കൃത്യമായി ലോകപ്പെടുത്ത് വരുന്ന തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന ഒരു ആശങ്കയുണ്ട്. അല്ല അതിലേക്ക് പറഞ്ഞതാണ് ഈ പറഞ്ഞത്. നമ്മളെ ബോളിങ്ങിലൊക്കെ പറഞ്ഞ കഴിഞ്ഞ ആദ്യ മത്സരത്തിലൊക്കെ കൃത്യമായ ബോളിംഗ് ചേച്ചിക്ക് വരുത്തിയിട്ട് ഗില്ലിന് വീണ്ടും ഗില്ലെന്ന് പറഞ്ഞു സൂര്യകുമാർ യാദവിന് മത്സരം പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ മാത്രം ടീമിൽ ഒരു സ്പോട്ട് കളയെന്ന് പറഞ്ഞ് നടക്കില്ല. ഇനിയിപ്പോൾ ഇമ്പാക്ട് റോളിന്റെ വല്ല ഇതും ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ മാറ്റി ഒരു കളിപ്പിക്കാനുള്ള അവസ്ഥയുള്ളൂ. ഈ നമ്മൾ പറഞ്ഞു വരുമ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ലോകകപ്പിനൊക്കെ അത്രയേ ഉള്ളൂ, ആ സമയത്തേക്ക് മാറ്റാൻ വേണ്ടി പാടില്ല തന്നെയാണ്. പക്ഷേ അതും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നീണ്ടി കൊണ്ടുപോയാലും നടക്കുന്ന കേസല്ലല്ലോ ഇത്. ഇവരെ മാറ്റുന്ന സമയത്ത് മാറ്റി തന്നെ വേണം. പക്ഷെ നമ്മൾ ഈ ബോളിംഗ് നിരയിലോട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ യാൻസൺ മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. യാൻസിനെ നേരിടുന്നതാണ് ഇന്ത്യൻ ടീം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ടെസ്റ്റിൽ നമ്മൾ കണ്ടാണ്, 2020 അത് കാണുന്നുണ്ട്. ഓരോ പന്തിലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പന്തെറിയുന്നത്. ചിലപ്പോൾ സ്ലോ ബോൾ എറിയും, സ്ലോ ബോൾ ബൗൺസർ എറിയും, ചിലപ്പോൾ ഓർപ്പിച്ച് ചെയ്ത് പന്തെറിയും. എല്ലാം പന്ത് എങ്ങനെ എറിയുമെന്ന് യാൻസിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അത് തിരിച്ചറിയാൻ ഇന്ത്യൻ ബാറ്റ്സ്മാനൊക്കെ സാധിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ബോളർമാരുടെ ഭാഗത്ത് നിന്ന് കുറെ മിസ്റ്റേക്ക്, ബുംറ അടക്കമുള്ളവർക്ക് കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ സൂര്യ പറയുന്നുണ്ട് ഡീകോക്ക് ബാറ്റ് ചെയ്ത് കണ്ടപ്പോൾ ആദ്യം ബാറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നൊരു തോന്നലുണ്ടാക്കി. ഡീകോക്ക് ബാറ്റ് ചെയ്ത് ആ ബാറ്റിംഗ് വെച്ച് തന്നെയാണ് ഇവർ കടന്ന് തുടങ്ങിയതിലാണ് വലിയ ഡ്യൂ ഫാക്ടർ അത് നന്നായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബോളർമാരെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അർഷ്ദീപിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അന്ന് കോഹ്ലി മറ്റേ സെഞ്ചുറിയുടെ കേസ് പറഞ്ഞു ഏകദേശം കഴിഞ്ഞിട്ട്. ഇപ്പം T20 ആയിട്ട് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നില്ലേ അർഷ്ദീപ്. പിന്നെ കരിയറിലെ മോശം രണ്ടാമത്തെ പ്രകടനം വന്നത്. ഓരോ ഓവറിൽ 13 പന്ത് എറിയേണ്ടി വന്നു. അതും റെക്കോർഡാണ്. ഒരു അഫ്ഗാൻ താരത്തിന്റെ പേരുടെ റെക്കോർഡിന് ഒപ്പം എത്തിയിട്ടുണ്ട്. രണ്ടാമതുള്ളത് 12 പന്ത് എറിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ താരമാണ്. അപ്പോൾ അർഷ്ദീപിന് ഒരുപാട് റെക്കോർഡുകൾ കിട്ടി, മോശം റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ അർഷ്ദീപിന്റെ ഒരു ഓവറിൽ 7 വൈഡ് ഉൾപ്പെടെ 15 വൈഡാണ് ഇന്ത്യൻ താരങ്ങൾ വഴങ്ങിയത്. 13 ഫുൾ ടോസാണ് ഇന്ത്യൻ താരങ്ങൾ എറിഞ്ഞത്. അങ്ങനെ ബോളിംഗിലും ഒറ്റം അബദ്ധമായിരുന്നു. പിന്നെ നമ്മുടെ പേസിന്റെ കുന്തമൻ പറഞ്ഞ ബൂമറയുടെ അവസ്ഥ. ബൂമർ ഒരു T20 മത്സരത്തിൽ പിന്നെ 4 സിക്സ് വഴങ്ങുന്നത് 82 മത്സരങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ്. 4 തവണയാണ് ബൂമറെ സിക്സ് നടത്തുന്നത് ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വരുന്നത്. അങ്ങനെ പല മോശം റെക്കോർഡുകൾ ഉണ്ടായി. നമുക്ക് കൃത്യമായിട്ട് മധ്യവർഗങ്ങളൊന്നും കളി നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു വിക്കറ്റ് വീണു, പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ കൃത്യമായ രീതിയിൽ മേധാവിത്വം നേടാൻ വേണ്ടി പറ്റുന്നത് 200 ഗോൾ സ്കോർ ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ടീമിന് നേരെ തിരിച്ചൊന്നും പറ്റുന്നില്ല, നല്ല അവസ്ഥയിലേക്കും പോകുന്നു. ഇപ്പം ഇന്ത്യയുടെ ബാലറ്റത്തും ചെറുത്തുനിൽപ്പിൻ്റെ ഒന്നും പറയാൻ നമുക്ക് ഒന്നുമില്ല. മധ്യനിരയിൽ തിലക് വർമ്മയുടെ പ്രകടനം, ഒറ്റയാൾ പ്രകടനം, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹർദിക്ക് വന്നിട്ടൊന്ന് പിന്നെ പിടിച്ചു നിന്നിട്ട് അവസാനം അടിച്ച് കളിക്കാൻ കരുതിയിട്ടായിരിക്കാം നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ജിതേഷ് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. തിലക് ഒറ്റയാൾ പോരാട്ടത്തിൽ നിന്ന് പൊരുതി നോക്കുന്നു. അത് കാണികൾക്ക് ഒരു ഇന്ത്യൻ മത്സരം കാണാമെന്ന് ഇന്ത്യൻ ആരാധകർക്ക് ഒരു ചെറിയൊരു കാഴ്ച ഒരുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം താരത്തിന് മടങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ടോപ്പ് ഓർഡറിൽ ഒരു ഈ പറഞ്ഞ 1, 2, 3 ഇതാണ് നമ്മൾ ടോപ്പ് ഓർഡർ വരുന്നത്. അതിൽ 2 താരങ്ങൾ തീർത്തും തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. ഹാർദിക്കും തിലകും കൂടെ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ജിതേഷ് വന്നപ്പോഴും ഒന്നുകൂടി നമുക്ക് നോക്കാം. ശിവന്തുബയൊക്കെ വന്നിട്ട് എന്താ കാണിച്ചത്? ജിതേഷിന് 2 ലൈഫൊക്കെ കിട്ടിയിരുന്നു. ഒരു പന്ത് ബൈൽസിന് വേണ്ടിയിട്ട് LED ബൾബ് കത്തുന്നു, പക്ഷെ വിക്കറ്റ് ബൈൽസ് എറിക്കുന്നില്ല. അങ്ങനെയൊക്കെ കയറി പോയിരുന്നു. പക്ഷെ കാര്യമില്ല, നമുക്ക് അതൊന്നും നമ്മുടെ ഭാഗ്യത്തിന് ഇതായില്ല. ഡീകോക്കിന്റെ പ്രകടനം അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം നേടിക്കൊടുത്തു. ബൗളർമാർ കൃത്യമായി പന്തെറിഞ്ഞു. ഇന്ത്യയുടെ പിന്നെ ദൗർബല്യം അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 2 താരങ്ങൾ, നായകനും ഉപനായകനും, 2 നമ്പറുകൾ, 2 കൃത്യമായ പൊസിഷനുകൾ വെറുതെ കളയുന്ന 2 താരങ്ങൾ. ആ താരങ്ങൾ എല്ലായിടത്തോളം കാലം ഇനിയിപ്പം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ലോകകപ്പിലേക്ക് വേണമെങ്കിൽ ടീമിനെ മാറ്റാൻ പറ്റുമെങ്കിൽ നായകനെ ഇവിടെ നിർത്തിയേക്ക്. ലോകകപ്പിന് ശേഷം നമുക്ക് ഉപനായകനെ വീണ്ടും കെട്ടിയിറക്കാം. അതുവരെങ്കിലും ആ ഉപനായകനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സഞ്ജുവിനെ പോലെ താരങ്ങൾക്ക് അവസരം കൊടുക്കുക. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് അവസരം കൊടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ജയ്സോളിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റു താരങ്ങളെ കൊണ്ടുപോകാം. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പം മുസ്താഖ് അലി ട്രോഫിയിലൊക്കെ തിളങ്ങുന്ന താരങ്ങളുണ്ട്, വിളിച്ചു കൊണ്ടുവന്ന് കളിപ്പിക്കട്ടെ. സഞ്ജുവിനെ തന്നെ കളിപ്പിക്കണമെന്നില്ല. പക്ഷേ
ഇതിന്റെ ഇപ്പം അങ്ങനെ പറയാൻ പാടുണ്ടെന്ന് അറിയില്ല. ഇന്ത്യ തോക്കുമ്പം സങ്കടം തോന്നാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കളി കാണുമ്പോൾ. തോറ്റു അല്ലേ, കഴിഞ്ഞോ, കളി കഴിഞ്ഞോ എന്നൊരു ഫീലൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഒരു അവസ്ഥയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപറ്റം താരങ്ങൾ ഹർദിക് പാണ്ഡ്യ നേരുന്നപ്പോൾ വരെ അത് നമുക്ക് കിട്ടിയിരുന്നു. ഗംഭീർ കോച്ചായി വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഒരു മികച്ചൊരു താരമായിരുന്നു. പക്ഷെ ആ താരം ഗംഭീർ ബാറ്റിങ്ങിൽ ഒരു അൺസങ് ഹീറോ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കപ്പെടാണ്ട് വരുന്ന താരം, റിട്ടയർമെന്റ് സമയത്തൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്ന താരം, പറഞ്ഞ താരം, ആ താരം ഉള്ള ബഹുമാനം മൊത്തം കൊണ്ട് കളയുകയാണ്. ഖാക്കറിന്റെ കേസിന് പറയുന്നില്ല, അത് അങ്ങനെ മാറിപ്പോട്ടെ. ഇനി 2 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 3 മത്സരം കൂടെ അവശേഷിക്കുന്നുണ്ട് 2020 ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള. ഞായറാഴ്ചയാണ് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. ആ മത്സരത്തിൽ ഇന്ത്യക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വിജയിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നിലവിലത്തെ സാഹചര്യം അങ്ങനെയാണ്. ദക്ഷിണാഫ്രിക്കയാണ്. ഭാഗ്യം കൂടെ തുണക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.